വായിക്കുന്നത് ഫാത്തിമ മൊയ്തു. ഫെയർവെൽ സംഘടിപ്പിച്ചു. പന്നൂർ ഗവൺമെന്റ് LP സ്കൂളിൽ നിന്നും ഈ വർഷം 4ാം ക്ലാസ് പൂർത്തിയായി പോകുന്ന വിദ്യാർത്ഥികൾ ഫെയർവെൽ സംഘടിപ്പിച്ചു. അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും സാന്നിധ്യത്തിൽ വിപുലമായ പരിപാടികളോടെ 2024 മാർച്ച് 11 തിങ്കളാഴ്ച സ്കൂളിൽ വെച്ചാണ് ഫെയർവെൽ സംഘടിപ്പിച്ചത്. പിരിഞ്ഞു പോകുന്ന വിദ്യാർത്ഥികൾ സ്കൂളിലുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കും പഴങ്ങൾ, പായസം, ബിരിയാണി തുടങ്ങി വിധങ്ങളായ വിഭവങ്ങൾ ഒരുക്കി സദ്യ നൽകി. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും സ്കൂളുമായി ബന്ധപ്പെട്ട് തങ്ങൾക്കുണ്ടായ നല്ല അനുഭവങ്ങൾ പങ്കുവച്ചു. ഞാൻ 4 വർഷം ഈ സ്കൂളിൽ പഠിച്ചു. അതുപോലെ തന്നെ എനിക്ക് ഈ സ്കൂളിൽ നിന്ന് പോകുന്നതിന് സങ്കടമുണ്ട്. എനിക്ക് 5ാം ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ഭയങ്കര വിഷമമുണ്ട്. ടീച്ചേഴ്സ്മാർ ഒരാളെ എനിക്ക് മറക്കാൻ പറ്റൂല. സങ്കടങ്ങളുണ്ട്. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ടീച്ചർമാര്, മാഷുമാര് 5ാം ക്ലാസ്സിലേക്ക് പോണേലും നല്ല വിഷമം ഉണ്ട്. എന്നെ നല്ല വൃത്തിക്ക് നോക്കിയിട്ടുണ്ട്. ഇന്നത്തെ കൂട്ടുകാരെല്ലാം ഞാൻ ടീച്ചർമാരെയും ഈ സ്കൂളിനെയും മറക്കില്ല. ഞാൻ എന്റെ 1 മുതൽ 4 വരെ പഠിച്ച് എനിക്ക് നല്ല വൃത്തിക്കൊക്കെ പഠിപ്പിച്ച ടീച്ചർമാരെയും ഈ സ്കൂളിനെയും ഞാൻ ഒരിക്കലും മറക്കില്ല. വിദ്യാർത്ഥികൾ അധ്യാപകർക്ക് സ്നേഹോപഹാരം നൽകി ആദരിച്ചു. ആശംസകൾ അർപ്പിച്ച് ഹെഡ് മാസ്റ്റർ ശ്രീ അബ്ദുറഹ്മാൻ KP, സീനിയർ അസിസ്റ്റന്റ് ശ്രീമതി AV പ്രേമ, സ്റ്റാഫ് സെക്രട്ടറി ശ്രീ അബ്ദുൽ അസീസ് KP, SRG കൺവീനർ ശ്രീ രാമചന്ദ്രൻ AR, ക്ലാസ് ടീച്ചർമാരായ ശ്രീമതി അനഘ AV, ശ്രീമതി ഗീതാകുമാരി P, അധ്യാപികമാരായ ശ്രീമതി രജില K, ശ്രീമതി സ്മിജ K, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ശ്രീ സജിത് MP, PTA പ്രസിഡന്റ് ശ്രീ സൈദ് TP, മദർ PTA പ്രസിഡന്റ് ശ്രീമതി ഹൈറുന്നിസ K, ശ്രീമതി ഫസ്ബീന മൊയ്തു എന്നിവർ സംസാരിച്ചു. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് ഓർമ്മകൾ ഉണ്ടാവും. 1ാം ക്ലാസ്സിൽ ഷേർലി ടീച്ചറായിരുന്നു നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലെ? ഷേർലി ടീച്ചർ ഒരുപാട് ഓർമ്മകൾ ഉണ്ടാവും. അതേപോലെ 2ാം ക്ലാസ്, 3ാം ക്ലാസ്, അവസാനം 4ാം ക്ലാസ് വരെ മറക്കാനാവാത്ത ഒരുപാട് അനുഭവങ്ങൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. എന്നുള്ളത് എപ്പോഴും ഒരു വിഷമത്തിന്റെ ഒരു അവസ്ഥയാണ് നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാക്കുന്നത് അല്ലേ? അത് കഴിഞ്ഞ് നമുക്ക് ആലോചിക്കാൻ പോലും സമയം ഉണ്ടായിരുന്നില്ല. ആരുടെ കൂട്ടത്തിൽ കൂടാനാണ് ഏറ്റവും നന്നായിട്ട് പെരുമാറുന്ന അല്ലെ, നന്നായിട്ട് പഠിക്കുന്ന, രക്ഷിതാക്കളെ അനുസരിക്കുന്ന, അധ്യാപകരെ അനുസരിക്കുന്ന മക്കളെ കൂടണം. നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഭാഗ്യം എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ ഉപ്പ, അല്ലെങ്കിൽ ഉമ്മ, അല്ലെങ്കിൽ അച്ഛൻ, അല്ലെങ്കിൽ അമ്മ. നല്ല സ്വഭാവമുള്ള ഉപ്പയോ ഉമ്മയാണെങ്കിൽ നമ്മുടെ സ്വഭാവം